ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ രണ്ടാമത്തെ മൊഡ്യൂളായ ഓംസ് ലോ എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, എന്താണ് ഓംസ് ലോ, കിർച്ചോഫ് ലോ, എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, law of resistance, different type of cells, grouping of cells, care and maintenance of cell, buckling, sedimentation. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഓംസ് ലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഒരു ഇലക്ട്രിക്കൽ ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് കറണ്ട് ഐയുടെ വാല്യൂ അല്ലെങ്കിൽ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതാണ് ഓംസ് ലോയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതായത് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി or I is proportional to R when E kept constant. I is proportional to V by R, relation between I കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ആണ് I is proportional to V by R എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ സാധനം ഇലക്ട്രിക് പവർ ആണ്. എന്താണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്? ഇലക്ട്രിക് പവർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റാണ് പവർ. ഇത് നമ്മൾ വി ഇൻറ്റു ഐ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ് യൂണിറ്റ്. നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പവർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വാട്ട് മീറ്റർ. പി ഇസ് ഈക്വൽ ടു വി ഐ എന്നല്ലാതെ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് അറിയണ്ടാവും. പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് അറിയണ്ടാവും. ഇത് രണ്ടും കിട്ടുന്നത് ആസ് പെർ ഓംസ് ലോ. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ഓംസ് ലോയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ ഓരോ പാരാമീറ്ററിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്താണ് ഈ രണ്ട് ഇക്വേഷൻസ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും ഓർത്തിരിക്കണം. ഇത് വെച്ച് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇലക്ട്രിക് പവർ പറഞ്ഞു. ആ പവറിൻ്റെയും ടൈമിൻ്റെയും പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ എനർജി. ഇത് നമ്മൾ നോർമലി മെഷർ ചെയ്യുന്നത് വാട്ട് അവർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ്. വാട്ട് അവർ ഇൻസ്ട്രുമെന്റ് അല്ല, യൂണിറ്റ് ആണ്. എനർജി മീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? എനർജിയെ മെഷർ ചെയ്യുന്നത്. എനർജി മീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ഹവർ ആണ്. പക്ഷേ ഇത് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്കാണ് നമ്മൾ നോർമലി എനർജി മീറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ കൊമേഴ്ഷ്യൽ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി മീറ്റർ റീഡ് ചെയ്യുന്നത് വാട്ട് അവറിലല്ല, കിലോ വാട്ട് അവറിലാണ്. ഒരു കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതേ സാധനം തന്നെയാണ് BOT. ഇവിടെ ഞാൻ ബാക്കി എഴുതാൻ വിട്ടു. ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ്. ബോർഡ് ഓഫ് ട്രേഡ് എന്നുള്ളതാണ് BOT എന്ന് പറയുന്നത്. BOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 വാട്ട് ലാമ്പ് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള എനർജി അല്ലെങ്കിൽ യൂണിറ്റിനെയാണ് BOT എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് 1 കിലോ വാട്ട് അവറിനെ തന്നെ പറയുന്ന മറ്റൊരു യൂണിറ്റ് ആണ് BOT എന്ന് പറയുന്നത്. അതായത് 1000 വാട്ട്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്നു. 1000 × 1 മീൻസ് 1000 വാട്ട് ഹവർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത്. 1000 വാട്ട്സ് ഹവറിനെയാണ് നമ്മൾ ഒരു കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത്. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. 1 BOT ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 BOT ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട് ഹവർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കിർച്ചോഫ് ലോ. രണ്ടാമത് നമുക്ക് പറയാനുള്ള ലോ ആണ് കിർച്ചോഫ് ലോ. കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി കിർച്ചോഫ് ലോ യൂസ് ചെയ്യുന്നത്. രണ്ട് ലോ ആണ് കിർച്ചോഫ് ലോക്ക് ഉള്ളത്. ഒന്ന് കിർച്ചോഫ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ കറണ്ട് ലോ എന്ന് പറയും. രണ്ടാമത്തത് കിർച്ചോഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ. ഇങ്ങനെ രണ്ട് ലോ ആണ് നമ്മൾ ആരെ പറയുന്നത്? കിർച്ചോഫ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലോ ഓരോന്നോരോ ലോ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഈച്ച് ജംഗ്ഷൻ ഓഫ് കറണ്ട്, ഒരു കറണ്ട് മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷനിനകത്ത് അറ്റ് ഈച്ച് ജംഗ്ഷൻ ഓഫ് കറണ്ട് the sum of incoming current is equal to sum of outgoing current. ഒരു പർട്ടിക്കുലർ ജംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളുടെയും ഈ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടുകളുടെയും സം ഈക്വൽ ആണ്. വിച്ച് മീൻസ് algebraic sum of the current meeting at a junction അല്ലെങ്കിൽ നോഡ്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ജംഗ്ഷൻ അല്ലെങ്കിൽ പോയിന്റ് അല്ലെങ്കിൽ നോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇതിനെയാണ് കിർച്ചോഫ് കറണ്ട് ലോ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഒരു കോംപ്ലക്സ് സർക്യൂട്ടിനകത്ത് ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള പർട്ടിക്കുലർ ബ്രാഞ്ചിലുള്ള
കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ കിർച്ചോഫ് ലോ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനു വേണ്ടി മാത്രമല്ല നമുക്ക് കിർച്ചോഫ് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും രണ്ടും നമുക്ക് പലപ്പോഴും ആവശ്യം വരും. ഒരേ സർക്യൂട്ട് തന്നെ ചിലപ്പോൾ രണ്ടും ചെയ്യേണ്ടി വരാം. ഒരു സർക്യൂട്ടിൽ ഒരു കിർച്ചോഫ് ലോ വോൾട്ടേജ് ലോ മാത്രമേ യൂസ് ചെയ്യേണ്ടി വരാം, കറണ്ട് ലോ. അത് കോമൺലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി കിർച്ചോഫ് ലോ യൂസ് ചെയ്യുന്നത്. ഇനി കിർച്ചോഫിന്റെ രണ്ടാമത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് നമ്മൾ ഈ സെക്കൻഡ് ലോ പറയുന്നത്. ഫസ്റ്റ് ലോ നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിലായിരുന്നു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നോഡിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ഫസ്റ്റ് ലോ പറഞ്ഞത്. എന്നാൽ സെക്കൻഡ് ലോ പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് കിർച്ചോഫ് സെക്കൻഡ് ലോ, അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് നമ്മൾ വോൾട്ടേജ് ലോ എന്നും പറയാം. അപ്പോൾ സെക്കൻഡ് ലോ പ്രകാരം ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ദ അപ്ലൈഡ് ടെർമിനൽ വോൾട്ടേജ്, ആ സർക്യൂട്ടിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്ലൈഡ് ടെർമിനൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ്. അതായത് ഒരു സർക്യൂട്ടിൽ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിലേക്ക് നമ്മൾ ഒരു സോഴ്സ് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പും ഈ റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പും എത്രയാണോ അതിന്റെ സം ആയിരിക്കും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്. ഇതിനെയാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ എടുക്കുന്ന സമയത്ത് ഇതിന് സൈൻ നൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സൈൻ നോട്ടേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള സൈൻ നൊട്ടേഷനാണ് പല ടെക്സ്റ്റ് ബുക്കുകളിലും ഉള്ളത്. പക്ഷേ ജനറലി ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ജനറേറ്റഡ് വോൾട്ടേജിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, അതേപോലെ തന്നെ കൺസ്യൂംഡ് വോൾട്ടേജിന് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സൈൻ എടുക്കാൻ പറ്റും. ഞാൻ റൈസിംഗ് വോൾട്ടേജ്, റൈസിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫാളിംഗ് വോൾട്ടേജ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ജനറേറ്റഡ് വോൾട്ടേജ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് എന്നെടുക്കും, കൺസ്യൂമിങ് വോൾട്ടേജ് ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് എന്നെടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ കിർച്ചോഫ് കറണ്ട് ലോ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ജംഗ്ഷൻ ലോ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ജംഗ്ഷൻ ടോട്ടൽ സം ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു 0 പറഞ്ഞ പോലെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. റെഡി? ഇതാണ് രണ്ട് കിർച്ചോഫ് ലോ, കിർച്ചോഫ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും അല്ലെങ്കിൽ കറണ്ട് ലോയും വോൾട്ടേജ് ലോയും എന്ന് പറയും. റൈറ്റ്? ഇനി നെക്സ്റ്റ് വൺ, ലോ ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ വളരെയധികം അറിയാവുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് റെസിസ്റ്റൻസ്. ഒരുപാട് പേർ പലതവണ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ എ കണ്ടക്ടർ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. കുറച്ച് ഫാക്ടേഴ്സിനെ നമ്മുടെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത്, ദ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. എന്താണോ ആ കണ്ടക്ടറിന്റെ ലെങ്ത്, എത്രയാണോ ആ കണ്ടക്ടറിന്റെ ലെങ്ത് വരുന്നത്, ആ കണ്ടക്ടറിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. രണ്ടാമത്തത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആരുടെ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇനി മൂന്നാമത്തത്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു മെറ്റീരിയൽ. ഏതാണോ ആ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ആ മെറ്റീരിയലിനനുസരിച്ച് നമ്മൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അടുത്തത്, റെസിസ്റ്റൻസ് ആരുടെ അനുസരിച്ച് മാറുന്നു, ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ഓംസ് ലോയിൽ ടെമ്പറേച്ചറിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാനുള്ള റീസൺ. ഓംസ് ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്? അപ്പോൾ ഇത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതിൽ റോ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ പറയുന്നതായിരുന്നു റെസിസ്റ്റിവിറ്റി. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഇതാണ് നമ്മൾ മൂന്നാമത് പറഞ്ഞ പോയിന്റ്, ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ആർ ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. അപ്പോൾ ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്ന ടേം ആണ് അല്ലെങ്കിൽ പാരാമീറ്റർ ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ മീറ്റർ ക്യൂബ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. സപ്പോസ് എൻ്റെ കയ്യിൽ കോപ്പർ ആണെങ്കിൽ ആ കോപ്പറിന്റെ ഒരു മീറ്റർ ക്യൂബ് വോളിയം, സപ്പോസ് ആക്ച്വലി ഒരു മീറ്റർ ക്യൂബ് വോളിയം എന്നല്ല പറയാം, ഒരു മീറ്റർ സ്ക്വയർ ഏരിയയും ഒരു മീറ്റർ വിടുത്തുള്ള അല്ലെങ്കിൽ ഒരു മീറ്റർ ലെങ്ത് ഉള്ള ഒരു ക്യൂബ് എന്നാണ് പറയാം. അപ്പോൾ വോളിയം പറയുന്ന സമയത്ത് 1 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മീറ്റർ വിഡ്ത്ത്, 1 മീറ്റർ ഹൈറ്റ്, 1 മീറ്റർ ഡെപ്ത്, ഇതെല്ലാം ഉള്ള ഒരു ക്യൂബിന്റെ പീസ് എടുത്താൽ ഇതിന്റെ രണ്ട് ഓപ്പോസിറ്റ് ഫേസിനിടയിൽ എത്രയാണോ റെസിസ്റ്റൻസ് വരുന്നത് അതിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ, പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. കോപ്പറിന്റെ വാല്യൂ ആയിരിക്കില്ല അലൂമിനിയത്തിന്, അലൂമിനിയത്തിന്റെ വാല്യൂ ആയിരിക്കില്ല മറ്റു മെറ്റീരിയലുകൾക്ക്. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഇത് പല തവണ പി എസ് സി ചോദിച്ചതാണ്. ഈ റിലേഷനിൽ നിന്നും ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയുന്ന റിലേഷനിൽ ഇതിന്റെ യൂണിറ്റ് എഴുതിയെടുക്കാൻ പറ്റും. റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് നമുക്ക് ഈ റിലേഷനിൽ നിന്ന് റോയുടെ ഇക്വേഷൻ എഴുതാം.
അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ മീറ്ററും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഓം മീറ്റർ. അങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായി മാറുന്നത്? ഓം മീറ്റർ ആയിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ റെസിസ്റ്റർ. ഇനി നമ്മൾ റെസിസ്റ്ററിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഒന്ന്, റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫാക്ടറാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റർ എന്ന് പറയുന്നത് നോർമലി സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് അല്ലെങ്കിൽ ഡിസൈഡ് വോൾട്ടേജ് ഡ്രോപ്പ്, നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മളൊരു സ്പെസിഫിക് വാല്യൂവിലേക്ക് ലിമിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി സർക്യൂട്ടിനകത്ത് ആരെ യൂസ് ചെയ്യുന്നത്? റെസിസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഓരോ റെസിസ്റ്റേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസും അതിൻ്റേതായിട്ടുള്ള പർപ്പസുകളും ഉണ്ട്. ഇനി ഓരോ റെസിസ്റ്റേഴ്സിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും, റേഞ്ചസും ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന റെസിസ്റ്റർ ആ വാല്യൂ ചിലപ്പോൾ ആ രീതിയിൽ മാത്രം മാനുഫാക്ചർ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള റെസിസ്റ്റേഴ്സ് നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു റെസിസ്റ്ററാണ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ മുകളിൽ, ഒരു ഇൻസുലേറ്റിംഗ് കോറിൻ്റെ മുകളിൽ നമ്മൾ സെറാമിക്കോ പോർസലൈനോ ബേക്കലൈറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നോർമലി യൂസ് ചെയ്യുക സെറാമിക് അല്ലെങ്കിൽ പോർസലൈൻ അല്ലെങ്കിൽ ബേക്കലൈറ്റ് അതല്ലെങ്കിൽ പേപ്പർ. അപ്പോൾ ഇതിലെ ഒരു ഇൻസുലേറ്റിംഗ് കോറിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ വയറിനെ ഇങ്ങനെ വൗണ്ട് ചെയ്ത് കൊണ്ടുപോകുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ സാധനം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ലാബിൽ യൂസ് ചെയ്യുന്ന വലിയ റെസിസ്റ്റേഴ്സ് ഒക്കെ വയർ വൗണ്ട് റെസിസ്റ്ററിൻ്റെ ടൈപ്പാണ്. അപ്പോൾ ഈ റെസിസ്റ്റേഴ്സ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ്. പക്ഷേ ഇത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സ് നമുക്ക് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, പക്ഷേ ഒരുപാട് എണ്ണം കാണാൻ പറ്റില്ല. ഒരു ഇലക്ട്രോണിക് ഡിവൈസസിനുള്ളിൽ ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ അവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ ഈ ടൈപ്പ് റെസിസ്റ്റർ അല്ല. ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസ് എവിടെ വരുന്നോ അവിടെ മാത്രമാണ് നമ്മൾ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി വയർ വൗണ്ട് റെസിസ്റ്റർ അല്ലാതെ രണ്ടാമത്തെ ടൈപ്പ് റെസിസ്റ്റർ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് നിങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് റെസിസ്റ്റർ ഉണ്ടാകും. അവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റർ ആണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത് കാർബൺ ആണ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. റെഡി? കാർബൺ ആണ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. ഇത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുമായിട്ടുള്ള പൗഡറായിട്ടുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഡിസൈഡ് റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന രീതിയിൽ ഇതിനെ പാക്ക് ചെയ്യുന്ന ടൈപ്പ് റെസിസ്റ്ററാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കോമ്പോസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് കാർബൺ ആണ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, ഇതിനെയാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ മൂന്നാമത്തെ ഒരു ടൈപ്പ് റെസിസ്റ്ററാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് എന്ന് പറയും. മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറാമിക് ബേസിൽ അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് ബേസിനകത്ത് നമ്മൾ മെറ്റൽ വേപ്പേഴ്സിനെ ഇതേപോലെ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് എത്രയാണോ റെസിസ്റ്റൻസ് വാല്യൂ വേണ്ടത് ആ വാല്യൂ അനുസരിച്ചുള്ള റെസിസ്റ്റേഴ്സിന്റെ കിട്ടാൻ വേണ്ടിയിട്ട് മെറ്റലിനെ ഡെപ്പോസിറ്റ് ചെയ്ത് കണ്ട് പ്രിപ്പയർ ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെയാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ മുകളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാർബൺ വെച്ച് ചെയ്യുന്നു, പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മെറ്റൽ വേപ്പർ ആണ്. മെറ്റൽ വേപ്പർ ഒരു സെറാമിക് ബേസിന്റെ മുകളിൽ നമ്മൾ പ്രോസസ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്തതിനെയാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മൾ നേരത്തെ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഗ്രാഫൈറ്റും കാർബണോ അല്ലെങ്കിൽ ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ കാർബണോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് പൗഡറായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഫിലിം ടൈപ്പിൽ കാർബൺ ഫിലിം വെച്ചിട്ട് ലെയർ ആയിട്ട് തിൻ ആയിട്ടുള്ള കാർബൺ ഫിലിംസിന്റെ ലെയർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ മുകളിൽ ഈ ലെയർ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെറ്റൽ ഫിലിം റെസിസ്റ്റർ പോലെ തന്നെയാണ്, പക്ഷേ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ വേപ്പർ അല്ല, പകരം കാർബൺ ഫിലിം ആണ്. കാർബൺ ഫിലിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റെസിസ്റ്റേഴ്സിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് പല ടൈപ്പ് റെസിസ്റ്റേഴ്സ്. ഇതൊക്കെ മാനുഫാക്ചറിങ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് റെസിസ്റ്റേഴ്സിന്റെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ പറഞ്ഞു. നമ്മൾ നോർമലി റെസിസ്റ്ററിന്റെ വാല്യൂ പറയുന്നത് ഇത്ര ഓം എന്നാണ് നമ്മൾ പറയാം. പക്ഷേ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ഓം മാത്രമല്ല പറയാ, ഒരു റെസിസ്റ്ററിന്റെ സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ റെസിസ്റ്ററിന്റെ സ്പെസിഫിക്കേഷനിൽ വേണ്ടി വരും അല്ലെങ്കിൽ പറയണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഏതാണ് ആ ടൈപ്പ് റെസിസ്റ്റർ, ഏത് ടൈപ്പ് റെസിസ്റ്റർ ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. രണ്ടാമത്തത്, ആ റെസിസ്റ്ററിന്റെ നോമിനൽ വാല്യൂ എത്രയാണ്, അത് ഓം റേഞ്ചിലോ കിലോ ഓം റേഞ്ചിലോ മെഗാ ഓം റേഞ്ചിലോ ഏതെങ്കിലും ഒരു റേഞ്ചിൽ അതിന്റെ നോമിനൽ വാല്യൂ എത്രയാണോ ആ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണം. മൂന്നാമത്തെ കാര്യം ടോളറൻസ് ലിമിറ്റ് ആണ്. ടോളറൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമുക്കൊരു 20 കിലോ ഓം റെസിസ്റ്റൻസ് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം.
ഈ 20 കിലോ ഓം മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് 20 കിലോ ഓം നമുക്ക് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ 20 കിലോ ഓമിൽ നിന്നും റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു പക്ഷേ ഒരു 19 കിലോ ഓമോ അല്ലെങ്കിൽ 21 കിലോ ഓമോ അല്ലെങ്കിൽ ഒരു ചെറിയ വേരിയേഷൻ മേലേക്കും താഴേക്കും ഉണ്ടാവാം. ഇങ്ങനെ ഇതിനെ പെർമിറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇതിന്റെ വേരിയേഷന് സാധ്യതയുള്ള റീജിയനെ അല്ലെങ്കിൽ പെർസെൻറ്റേജിനെ പറയുന്ന പേരാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനിപ്പോൾ 22 കിലോ ഓമും 18 കിലോ ഓമും എടുത്തു കഴിഞ്ഞാൽ ഇത് 1% ആണ് ഇതിന്റെ ടോളറൻസ് എന്ന് പറയും. അതായത് ഇതിന്റെ വാല്യൂ 1% കുറയാനോ 1% കൂടാനോ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോമിനൽ വാല്യൂവിൽ നിന്നും റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര വരെ കുറയാനും എത്ര വരെ കൂടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന വാല്യൂയെ പറയുന്ന ടേം ആണ് ടോളറൻസ്. അപ്പോൾ ടോളറൻസ് നമ്മൾ പെർസെൻറ്റേജിലാണ് റെപ്രസെന്റ് ചെയ്യുക. അത് മൂന്നാമത്തെ സ്പെസിഫിക്കേഷൻ ആണ്. നാലാമത്തത് ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി. എത്ര വാട്ട്സ് വരെ നമുക്ക് ഈ റെസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും? അതായത് 2 വാട്ട്സ്, അതല്ലെങ്കിൽ 10 വാട്ട്സ്, അതല്ലെങ്കിൽ 1 വാട്ട്, അല്ലെങ്കിൽ ഇത്ര കിലോ വാട്ട്സ്, എത്ര വാട്ട്സ് വരെ നമുക്ക് ആ റെസിസ്റ്റൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എത്ര എന്നുള്ളതാണ് നാലാമത് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നു ബേസ്ഡ് ഓൺ ദി മാനുഫാക്ചറിങ്. ഇനി അതല്ലാതെ അതിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത പറയാൻ പോകുന്നത്. 2 രീതിയിലാണുള്ളത്. ഒന്ന് ഫിക്സഡ് കപ്പാസിറ്ററും രണ്ടാമത്തത് വേരിയബിൾ കപ്പാസിറ്ററും. ഫിക്സഡ് വാല്യൂ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോമിനൽ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. അതിന്റെ നോമിനൽ വാല്യൂയിൽ എന്തുണ്ടാവില്ല? ചേഞ്ചസ് ഉണ്ടാവില്ല. ഇപ്പൊ 20 കിലോ ഓം ആണ് പറയുന്നതെങ്കിൽ നമ്മുടെ ടോളറൻസ് ഉണ്ടാവും, ബട്ട് അത് നമുക്ക് ആ 20 കിലോ ഓമിന്റെ ടോളറൻസ് റേഞ്ചിൽ മാത്രമേ അതിന്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ റേഞ്ച് പറയാണ്. അതായത് 10 കിലോ ഓം ടു 20 കിലോ ഓം വരെ നമുക്ക് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയുക. ഇതിനെ തന്നെ പറയുന്ന വേറെ ഒരു പേരാണ് പൊട്ടൻഷ്യോമീറ്റർ റെസിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ സിംപ്ലി പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. പല പഴയ റേഡിയോയിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് പഴയ കാലത്തെ റേഡിയോയിലുകൾ നമ്മൾ ട്യൂണിങ്ങിലൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ റെസിസ്റ്റർ എന്ന് പറയുന്നത് തന്നെയാണ് വേരിയബിൾ റെസിസ്റ്റർ. അതിന്റെ വാല്യൂ നമുക്ക് നോമിനൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും ആസ് പെർ ദ അവൈലബിലിറ്റി ആസ് പെർ ഡിസൈർ വാല്യൂ ഓഫ് യൂസർ. ഇനി ഇതല്ലാതെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് PTC ആൻഡ് NTC റെസിസ്റ്റേഴ്സ്. PTC റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് സെൻസിസ്റ്റേഴ്സ് എന്ന് പറയും. PTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റേഴ്സ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് PTC റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻസിസ്റ്റേഴ്സ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അത് നോൺ ലീനിയർ ആയിട്ടാണ് അതിന്റെ ഇൻക്രീസ് വരുന്നത്. ലീനിയർ ആയിട്ടായിരിക്കില്ല, നോൺ ലീനിയർ ആയിട്ടായിരിക്കും അതിന്റെ ഇൻക്രീസ് വരിക. അങ്ങനെ നോൺ ലീനിയർ ആയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻസിസ്റ്റേഴ്സ് എന്ന് പറയും. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ തെർമിസ്റ്റേഴ്സ് എന്ന് പറയും. നെഗറ്റീവ് ടെമ്പറേച്ചർ റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ തെർമിസ്റ്റേഴ്സ് എന്ന് പറയും. ഇത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സിന്റെ പ്രത്യേകത ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ഇതാണ് അടുത്ത ടൈപ്പ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഈ നോർമലി PTC റെസിസ്റ്റർ അല്ലെങ്കിൽ NTC റെസിസ്റ്റർ, തെർമിസ്റ്ററോ അല്ലെങ്കിൽ സെൻസിസ്റ്ററോ ഒക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്വിച്ചിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. ബേസ്ഡ് ഓൺ ദി ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്വിച്ചിങ് ഓപ്പറേഷൻസിലൊക്കെയാണ് നമ്മൾ നോർമലി PTC അല്ലെങ്കിൽ NTC റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വേരിയേഷൻ റെസിസ്റ്റൻസിൽ വേണോ, അത്തരം തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? PTC അല്ലെങ്കിൽ NTC യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ടൈപ്പ് റെസിസ്റ്റർ ആണ് VDR അല്ലെങ്കിൽ വാരിസ്റ്റേഴ്സ്. സെൻസിസ്റ്റർ പറഞ്ഞു, തെർമിസ്റ്റർ പറഞ്ഞു, വാരിസ്റ്റേഴ്സ്. വാരിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിസ്റ്ററിന്റെ കേസിലും തെർമിസ്റ്ററിന്റെ കേസിലും വേരിയേഷൻ നോൺ ലീനിയർലി ആണ്. അത് ഓർമ്മ വേണം, അത് ഒരിക്കൽ ചോദിച്ചതാണ്, നോൺ ലീനിയർലി ആണ്. ഇനി VDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാരിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിപെൻഡന്റ് റെസിസ്റ്ററിനെയാണ് നമ്മൾ VDR എന്ന് പറയുന്നത്. അതിന്റെ സിമ്പിൾ ഫോം ആണ് VDR, വോൾട്ടേജ് റെസിസ്റ്റൻസ് ഡിപെൻഡന്റ് റെസിസ്റ്റർ. അതായത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് VDR എന്ന് പറയുന്നത്. ഇതും നോൺ ലീനിയർ റിലേഷൻ തന്നെയാണ്, ലീനിയർ റിലേഷൻ അല്ല. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് നോൺ ലീനിയർ ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ VDR എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി VDR നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെബിലൈസേഷൻ പർപ്പസ്, ആർക്ക് ക്വെഞ്ചിങ്, അതല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഒക്കെ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ നോർമലി VDR യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ VDR പറയുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് ആണ്. സെൻസിസ്റ്ററും തെർമിസ്റ്ററും പറഞ്ഞത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ LDR അല്ലെങ്കിൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് ഇലുമിനേഷൻ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ, ഇലുമിനേഷൻ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ LDR എന്ന് പറയുന്നത്. നോർമലി ഓപ്പറേറ്റിംഗ് റിലേകളിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ LDR നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. റെസിസ്റ്റൻസിന് പലതരത്തിലുള്ള വാല്യൂ റേഞ്ചസ് ഉണ്ട്. ആ വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണോ ആ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് 3 രീതിയിലാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒന്ന് ലോ റെസിസ്റ്റൻസ്, രണ്ടാമത്തത് മീഡിയം റെസിസ്റ്റൻസ്, മൂന്നാമത്തത് ഹൈ റെസിസ്റ്റൻസ്. ഈ ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓമിന് 1 ഓം അല്ലെങ്കിൽ 1 ഓമിന് താഴെ ലെസ് ദാൻ 1 ഓം വരുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ റെസിസ്റ്റൻസ്. നോർമലി ആർമേച്ചർ റെസിസ്റ്റൻസ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓമിനും 100 കിലോ ഓമിനും ഇടയിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ നോർമലി ജനറൽ പർപ്പസുകൾക്കുള്ള എല്ലാ റെസിസ്റ്റൻസും മീഡിയം റെസിസ്റ്റൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മൾ നോർമലി കാണുന്ന റെസിസ്റ്റൻസ് ഒക്കെ മീഡിയം റെസിസ്റ്റൻസിലാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇനി ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോ ഓമിന് മേലെ വരുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോർമലി ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നു, ഹൈ റെസിസ്റ്റൻസിന് പെടുന്നു. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത് ഹൈ റെസിസ്റ്റൻസ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. റെസിസ്റ്റൻസിന്റെ ഓരോ റെസിസ്റ്റൻസിന്റെ യൂസസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങുകൾ, അമ്മീറ്റർ ഷണ്ട്, കേബിൾ ലെങ്ത്, കോൺടാക്ട് റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലോ റെസിസ്റ്റൻസ്. ഇനി എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിലും നോർമലി കാണുന്ന റെസിസ്റ്റൻസ് ഒക്കെ മീഡിയം റെസിസ്റ്റൻസ് ആണ്. ബൾബ്, ഹീറ്റർ, റിലേ, മോട്ടർ, സ്റ്റാർട്ടർ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് മീഡിയം റെസിസ്റ്റൻസ് ആണ്. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നോർമലി ഹൈ റെസിസ്റ്റൻസ് കാറ്റഗറിയിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി എങ്ങനെ റെസിസ്റ്റൻസിനെ നമുക്ക് മെഷർ ചെയ്യാം, ഹൗ ടു മെഷർ ദ റെസിസ്റ്റൻസ്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒന്ന് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മെത്തേഡ്. ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും യൂസ് ചെയ്തിട്ട് ആ സർക്യൂട്ടിലെ വോൾട്ടേജ് എത്രയാണ് അല്ലെങ്കിൽ ആ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്ന് രണ്ടും മെഷർ ചെയ്തിട്ട് V/I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. ഇത് ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിനെയാണ് നമ്മൾ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യോമീറ്റർ, സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യാം. ആ കമ്പാരിസണിൽ ഏതാണോ വരുന്നത് അതിനെ ബേസ് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പറയുന്നതാണ് കമ്പാരിസൺ ഓഫ് അൺനോൺ വിത്ത് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യോമീറ്റർ. സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടുള്ള നമ്മുടെ കമ്പാരിസൺ. മൂന്നാമത്തതാണ് നമുക്ക് ബ്രിഡ്ജ് മെഷർമെൻറ്റ്, കെൽവിൻ ബ്രിഡ്ജ്, അതേപോലെ തന്നെ ഷണ്ട് ടൈപ്പ്, കെൽവിൻ ബ്രിഡ്ജ്. ഇതൊക്കെ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡുകളാണ് കേട്ടോ. നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡുകൾ പറയും, അത് വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചില മെത്തേഡുകൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. കെൽവിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി അതേപോലെ തന്നെ ഓം മീറ്റർ, നോർമലി റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ ഓം മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പിലുള്ള ഓം മീറ്റർ അവൈലബിൾ ആണ്. ഒന്ന് ഷണ്ട് ടൈപ്പ് ഓം മീറ്ററും അതേപോലെ തന്നെ സീരീസ് ടൈപ്പ് ഓം മീറ്ററും. ഇത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഷണ്ട് ടൈപ്പും അതേപോലെ സീരീസ് ടൈപ്പും പറയുന്നത് ബേസ്ഡ് ഓൺ ദി കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ നോർമലി യൂസ് ചെയ്യുന്നത് ലോ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ആരെ യൂസ് ചെയ്യുന്നത്, ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി മീഡിയം റെസിസ്റ്റൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓം മീറ്റർ, സീരീസ് ടൈപ്പ് ഓം മീറ്റർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് മീഡിയം ടൈപ്പ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മെത്തേഡും ഇതേപോലെ നമുക്ക് മീഡിയം റെസിസ്റ്റൻസിലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ കെൽവിൻ ബ്രിഡ്ജ് ലോ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നെങ്കിൽ ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓം മീറ്റർ, ഓം മീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഓം മീറ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ഓം മീറ്റർ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓം മീറ്റർ നമുക്കുണ്ട്. ഒന്ന് സീരീസ് ടൈപ്പ് ഓം മീറ്ററും അതേപോലെ തന്നെ ഷണ്ട് ടൈപ്പ് ഓം മീറ്ററും. സീരീസ് ടൈപ്പ് ഓം മീറ്റർ നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുമെങ്കിൽ ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ അല്ലെങ്കിൽ മീഡിയം റെസിസ്റ്റൻസ്, രണ്ടിനും പറ്റും. പക്ഷേ ലോ റെസിസ്റ്റൻസിനാണ് നോർമലി ഷണ്ട് ടൈപ്പ് യൂസ് ചെയ്യാം.
അപ്പോൾ ആക്ച്വലി ഓം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ കൂടെ ഒരു ഡ്രൈ സെല്ല് വരുന്നതാണ് ഓം മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷർ ചെയ്യാനുള്ള റെസിസ്റ്റൻസിലെ സർക്യൂട്ടിലെ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ഈ 3 കമ്പോണന്റ് ആണ് ഒരു ഓം മീറ്ററിലുള്ളത്. ഒരു ഇന്റേണൽ ഡ്രൈ സെൽ ഉണ്ടാവും, ഒരു PMMC ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ 3 കമ്പോണന്റ് ആണ് ഒരു ഓം മീറ്ററിന് ഉണ്ടാവുക. റൈറ്റ്, അപ്പോൾ അത്രയാണ് ഓം മീറ്ററിനെ പറ്റിയുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിലെ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻസ്. നമ്മൾ നേരത്തെ ലോ ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ചിൽ വരുന്ന വ്യത്യാസത്തെ പറയുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന സമയത്ത് എന്ത് ചേഞ്ച് വരും, അതാണ് ആക്ച്വലി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ആൽഫ എന്ന് നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ ചില മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. നോർമലി മെറ്റൽ, സിൽവർ, കോപ്പർ, അലൂമിനിയം, ബ്രാസ് പോലെയുള്ള ആളുകളൊക്കെ, കണ്ടക്ടേഴ്സ് ഒക്കെ നോർമലി പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിലെ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ്, ഇൻവേഴ്സ് റിലേഷനാണ് വരുന്നതെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള സിറ്റുവേഷനാണ് നമ്മൾ NTC അല്ലെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആര് കുറയുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു. നോർമലി ഇൻസുലേറ്ററുകൾ, ഇലക്ട്രോലൈറ്റുകൾ ഇതൊക്കെ വരുന്നത് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാറ്റഗറിയിലാണ്. അതേപോലെ തന്നെ പാർഷ്യൽ കണ്ടക്ടറിന് ഒരു എക്സാമ്പിൾ ആണ് കാർബൺ. ഇത് പലതവണ PSC ചോദിച്ചതാണ്. കാർബൺ ആക്ച്വലി ഒരു പാർഷ്യൽ കണ്ടക്ടറാണ്. അപ്പോൾ ആ പാർഷ്യൽ കണ്ടക്ടർ കാറ്റഗറിയിൽ വരുന്ന കാർബണും ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുന്ന മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി ചില അലോയികൾ നമ്മൾ എടുക്കുകയാണ്, ചില മെറ്റീരിയൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് യുറേക്ക, മാംഗനീൻ പോലെയുള്ള ചില മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസേ ഉള്ളൂ, നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചേഞ്ചസേ ഉള്ളുവെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ പറയുന്ന പേരാണ് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പൊ ഇതിന് ടെമ്പറേച്ചറുമായിട്ട് റെസിസ്റ്റൻസിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, തീരെ വ്യത്യാസം ഇല്ല എന്നല്ല അർത്ഥം, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള മെറ്റീരിയലുകൾക്ക് എക്സാമ്പിൾ ആണ് ഒന്ന് യുറേക്ക, 2 മാംഗനീൻ. ഈ യുറേക്കയും മാംഗനീൻ ഒക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ്, നോർമലി വയർ ബോണ്ട് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, യുറേക്ക അല്ലെങ്കിൽ മാംഗനീനെയാണ്. കാരണം ടെമ്പറേച്ചറിന്റെ അനുസരിച്ച് അവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. റൈറ്റ്, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുന്നതാണ് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ടെമ്പറേച്ചറിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, ഡിഫറൻസ് ഉണ്ട് പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, അതാണ് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് റെസിസ്റ്റൻസിനെ ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടാം, ഒരുപക്ഷെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാം, അതല്ലെങ്കിൽ ചെറിയ നെഗ്ലിജിബിൾ വേരിയേഷൻസ് ഉണ്ടാവാം. ഇത്രയാണ് ടെമ്പറേച്ചർ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ സർക്യൂട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പ് സർക്യൂട്ട്സ് വരുന്നുണ്ട്, ഒന്ന് സീരീസ് സർക്യൂട്ടും അതേപോലെ തന്നെ പാരലൽ സർക്യൂട്ടും. അപ്പൊ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ റെസിസ്റ്റൻസുകൾ നമ്മൾ സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, 1 by 1 ആയി കണക്ട് ചെയ്യുന്നതിനാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയാം. പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ റെസിസ്റ്റൻസിന്റെ എല്ലാ ടെർമിനലും കൂടെ കോമൺ ആൻഡ് ടെർമിനലുകളെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിനാണ് പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ സം എടുത്തു കഴിഞ്ഞാൽ മൊത്തം വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. ഇനി പാരലൽ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഓരോ റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ബട്ട് കറണ്ടിന്റെ കേസ് എടുക്കുമ്പോൾ പാരലൽ കണക്ഷനകത്ത് നമ്മൾ ഓരോ ബ്രാഞ്ചിലുള്ള കറണ്ട് എന്ന് പറയുന്നത് വേറെ വേറെ കറണ്ട് ആയിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദി റെസിസ്റ്റൻസ്. അതിന്റെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻഡിവിജ്വൽ കറണ്ട്സ്, നമ്മൾ നേരത്തെ വോൾട്ടേജ് പറഞ്ഞതിന്റെ ഇപ്പുറത്ത് പറയുന്ന കറണ്ടിന്റെ കേസിൽ പറയും. അപ്പൊ അതേപോലെ ഇവിടെ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഈസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എല്ലാ റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ആയിരിക്കും. R1 + R2 + R3 ആയിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് 1/R1 + 1/R2 + 1/R3 എടുത്തു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ദി ടോട്ടൽ
എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കറണ്ട് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ടാണ്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സർക്യൂട്ട് അറേഞ്ച്മെന്റ് ആണ് നമുക്കുള്ളത്. ഇത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യും, ഇതിനെ നമുക്ക് കറണ്ട് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ടും യൂസ് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസിലും പവർ ഡിസിപ്പേറ്റഡ് അല്ലെങ്കിൽ ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇൻഡിവിജ്വൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റൻസ്. അത് രണ്ട് കേസിലും സെയിം ആണ്, അത് വ്യത്യാസം ഒന്നും ഇല്ല. ഓക്കെ, ഇനി n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് n × r ആയിരിക്കും. n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് r/n ആയിരിക്കും. അപ്പോൾ ഇതാണ് സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമ്മൾ കറണ്ടിന്റെ കെമിക്കൽ എഫക്റ്റിലേക്ക് പോവുകയാണ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കെമിക്കൽ എഫക്റ്റ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ ശരിക്കും ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡിന് ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ്, അതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സൊല്യൂഷന് അല്ലെങ്കിൽ ആ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്ന ലിക്വിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. എവിടെയാണോ നമ്മുടെ കറണ്ട് പാസ് ചെയ്തിട്ട് ചേഞ്ച് ഉണ്ടാക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന് നോർമലി വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് സാൾട്ടഡ് വാട്ടർ, ആസിഡിക് അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻസ്, ഇതൊക്കെ ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോലൈറ്റ് അല്ലാതെ ഈ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിലുള്ള രണ്ട് ആളുകളാണ് ഇലക്ട്രോഡ്സ്. ഒന്ന് ആനോഡും രണ്ടാമത്തത് കാഥോഡും. അപ്പോൾ ഈ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പാത്ത് വേണം. ആ പാത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡുകളെ യൂസ് ചെയ്യുന്നത്. ആനോഡിനെയും കാഥോഡിനെയും യൂസ് ചെയ്യുന്നത് ആ കറണ്ടിനുള്ള പാത്ത് പ്രൊവൈഡ് ചെയ്യുക, ഈ ലിക്വിഡിലൂടെയുള്ള കറണ്ടിന് പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രോഡ്സിന്റെ പർപ്പസ്. ഇനി ഏത് ഇലക്ട്രോഡിലാണോ ലിക്വിഡിൽ കൂടെ കറണ്ട് എൻറ്റർ ചെയ്യുന്നത്, ലിക്വിഡിൽ കൂടെ ഏത് ഇലക്ട്രോഡിലാണോ കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡ്. പലർക്കും ഡൗട്ടുള്ള അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ആനോഡും കാഥോഡും. ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ ലിക്വിഡ്. നമ്മൾ ലിക്വിഡിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ലിക്വിഡിനകത്ത് ആരെടുത്തേക്കാണോ നമ്മളുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെടുത്തേക്കാണോ കറണ്ട് എൻറ്റർ ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡ് എന്ന് പറയുന്നത്. ഇനി ഏതാണോ കറണ്ട് ലീവ് ചെയ്യുന്ന റോഡ് അതിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാഥോഡ് എന്ന് പറയും. റൈറ്റ്, ഇതാണ് ആനോഡിന്റെയും കാഥോഡിന്റെയും ഡെഫിനിഷൻ. ഇനി ഈ ഇലക്ട്രോളിസിസിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടേമാണ് അയോൺ എന്ന് പറയാം. അപ്പൊ അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇലക്ട്രോളിസിസ് പ്രോസസ്സിനകത്ത് നമ്മൾ ഇലക്ട്രോലൈറ്റ് മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷമുള്ള ആ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് അയോൺസ്. അതായത് നോർമലി ചാർജ്ലെസ് ആയിരുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റിന്റെ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ് ആര്, അയോൺസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡിനിടയിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എല്ലാം കാഥോഡിനകത്തേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എല്ലാം ആനോഡിനകത്തേക്കും മൂവ് ചെയ്യും. അപ്പൊ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അയോൺസ് ആണ്. ഇതിനെയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, ഈ പ്രോസസ്സ് നടക്കുന്ന ഈ അയോൺസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ആറ്റത്തെ, ഈ മോളിക്യൂളിനെ അയോൺസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. പലതവണ ചോദിച്ച ഒരു ചോദ്യമാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. അതായത് ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ ഒരു കുളൂം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രോളിസിസ് പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു കുളൂം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എത്ര സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എത്ര സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യുന്നു, ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ ഒരു കുളൂം ഇലക്ട്രിസിറ്റി ക്രോസ് പാസ് ചെയ്യുന്ന സമയത്ത് എത്ര മാസ് സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. ഇനി ഈ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് സിൽവറിന്റെ കേസ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സിൽവറിന്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എത്രയാണെന്ന് 1.1182 മില്ലിഗ്രാം പെർ കുളമ്പാണ് സിൽവറിന്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്ന് പറയുന്ന വാല്യൂ.
നെക്സ്റ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിലെ രണ്ട് ലോ ആണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസിലെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്, അതേപോലെ തന്നെ സാധനമാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് ഇലക്ട്രോലൈറ്റ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് is proportional to quantity of the electricity passed through the electrolyte. അവിടെ നമ്മൾ 1 coulomb ചാർജ് എന്ന് പറയുന്നതിന് പകരം എത്ര കറണ്ട് പാസ് ചെയ്യുന്നോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളുടെ മാസ്. അതിനെ പറയുന്ന ആ ലോയാണ് നമ്മൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ എത്ര കറണ്ട് പാസ് ചെയ്യുന്നോ അത്ര കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ ഇലക്ട്രോളിസിസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ്, സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത്. അത് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, അല്ലെങ്കിൽ M is proportional to I. ഇതാണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. അതിനെ നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ടൈം ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ഇക്വേഷൻ ആണ് M is equal to Z into I into T. റൈറ്റ്, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഇനി സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the same quantity of electricity is passed through the different electrolytes, ഒരേ കറണ്ട് നമ്മൾ രണ്ട് ഇലക്ട്രോലൈറ്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോലൈറ്റിൽ നമ്മൾ പാസ് ചെയ്യാമെന്ന് വിചാരിക്കാം. രണ്ട് ഇലക്ട്രോലൈറ്റിൽ ഒരേ കറണ്ട് ആണ് പാസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ ഇലക്ട്രോഡിലും അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോളിസിസ് പ്രോസസ്സിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. റൈറ്റ്, കാരണം രണ്ടും രണ്ട് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരേ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഇലക്ട്രോലൈറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇലക്ട്രോലൈറ്റുകളുടെ ഇലക്ട്രോ കെമിക്കൽ ഈക്വാലന്റിന് പ്രൊപ്പോർഷണൽ ആണ്. അതിനെയാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് അല്ലെങ്കിൽ ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ രണ്ട് ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന മാസിന്റെ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് അതാത് ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ? Then next one, ഇലക്ട്രോളിസിസിന്റെ അപ്ലിക്കേഷൻസ്. ഇലക്ട്രോളിസിസ് നമ്മൾ പല പർപ്പസുകൾക്ക് യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത് ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രോ റിഫൈനിങ്, മെറ്റൽ റിഫൈനിങ് പ്രോസസ്സിൽ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യും. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ നമ്മൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ ടൈപ്പിംഗ്, മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്, മെറ്റലർജിക്കൽ പ്രോസസ്സിലൊക്കെ നമ്മൾ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യും. ഇനി ഓരോന്നോരോന്ന് എന്താ നോക്കാം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിന്റെ മേലെ വേറെ ഒരു മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റൽ സർഫസിന്റെ മേലെ വേറെ ഒരു മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. റൈറ്റ്, ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ ഒരു മെറ്റൽ സർഫസിന്റെ മുകളിൽ വേറെ ഒരു മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ദാറ്റ്സ് കോൾഡ് ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് എവിടെയാണോ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത്, ആരുടെ മേലാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത് ആ സർഫസ് വളരെ ക്ലീൻ ആയിരിക്കണം. അതായത് അവിടെ വേറെ ഒരു തരത്തിലുള്ള ഡേർട്ടി ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസോ റസ്റ്റോ അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടുള്ള സർഫസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ക്ലീൻ ആയിരിക്കണം. റൈറ്റ്, ഇനി ആരെയാണോ ചെയ്യേണ്ടത് ടു ബി പ്ലേറ്റഡ്, ആരെയാണോ ചെയ്യേണ്ടത് അയാളെ നമ്മൾ ആരാക്കി എടുക്കണം? കാഥോഡ് ആക്കി എടുക്കണം. റെഡി? സോറി, എവിടെയാണോ നമ്മൾ ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ എന്താക്കി എടുക്കണം? കാഥോഡ് ആക്കി എടുക്കണം. ആരെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അയാളെ നമ്മൾ എന്താക്കി എടുക്കണം? ആനോഡ് ആക്കി എടുക്കണം. റെഡി? ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി ആരെയാണോ കോട്ട് ചെയ്യേണ്ടത് അതിന്റെ സൊല്യൂഷനാണ് നമ്മൾ എന്താക്കി മാറ്റേണ്ടത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും ഇലക്ട്രോലൈറ്റിനെ വേണം, കാഥോഡിനെ വേണം, ആനോഡിനെ വേണം. അപ്പോൾ ആനോഡ് ആരായിരിക്കണം? എവിടെയാണോ പ്ലേറ്റ് ചെയ്യുന്നത്. കാഥോഡ് ആയിരിക്കണം എവിടെയാണോ പ്ലേറ്റ് ചെയ്യുന്നത്. ആനോഡ് ആയിരിക്കണം എന്താണോ പ്ലേറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അയാളുടെ സൊല്യൂഷൻ ആയിരിക്കണം ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, സെല്ല്. ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ളതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം മെറ്റലർജിക്കൽ പ്രോസസ്സ് ഒക്കെ നമുക്ക് പറയുന്നത് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഡെപ്ത് ആയിട്ടുള്ള കാര്യമാണ്. അതൊന്നും നമുക്ക് അത്ര ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് സെൽ എന്ന് പറയുന്നത്. സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ആണ്. രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും, രണ്ട് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയ രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. വിച്ച് മീൻ എന്താണോ ഇലക്ട്രോളിസിന്റെ സെറ്റപ്പ് അതേ സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള കെമിക്കൽ റിയാക്ഷൻ കാരണം ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് സെല്ലിന്റെ പ്രോപ്പർട്ടി. അപ്പൊ സെൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും അതിനകത്ത്. അതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്.
അപ്പോൾ സെൽസ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൈമറി സെല്ല്, രണ്ടാമത് സെക്കൻഡറി സെൽ. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ എന്താണ് പ്രൈമറി സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോട്ട് റീചാർജബിൾ അല്ലാത്ത ഒരു സിംഗിൾ യൂസിന് അതിലെ ഇലക്ട്രോളിസിസ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ, ഇലക്ട്രോളിസിസ് പ്രോസസ്സ് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ ആ സെല്ല് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനെ നമ്മൾ കളയേണ്ടി വരും. അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറയുക. നമ്മൾ നോർമലി ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന സെല്ല് ഒരു പ്രൈമറി സെല്ലാണ്, നമ്മൾ വാച്ചിൽ യൂസ് ചെയ്യുന്ന സെല്ല് ഒരു പ്രൈമറി സെല്ലാണ്. അപ്പോൾ അതായത് ഇതിനകത്തുള്ള കെമിക്കൽ റിയാക്ഷൻ നമുക്ക് രണ്ടാമത് കൊണ്ടുവരാൻ കഴിയില്ല. ഇലക്ട്രോളിസിസ് കംപ്ലീറ്റ് സൈക്കിള് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ഇലക്ട്രോളിസിസ് ആ സെല്ല് ഡെഡായി, പിന്നെ നമുക്ക് ആ ഇലക്ട്രോളിസിസിനെ ഒന്നും കൂടെ കൊണ്ടുവരാൻ കഴിയില്ല. അത്തരത്തിലുള്ള സെൽസ് ആണ് പ്രൈമറി സെൽസ്. അപ്പോൾ പ്രൈമറി സെൽസിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് വോൾട്ടൈക് സെല്ല്, രണ്ടാമത്തത് കാർബൺ സിങ്ക് സെല്ല്. ആ കാർബൺ സിങ്ക് സെല്ലിനെ പറയുന്ന മറ്റൊരു പേരാണ് ലെക്ലാൻഷ്യ സെല്ല് അല്ലെങ്കിൽ ഡ്രൈ സെല്ല്, ആൽക്കലൈൻ സെല്ല്, മെർക്കുറി സെല്ല്, സിൽവർ ഓക്സൈഡ് സെല്ല്, ലിഥിയം സെല്ല്. ഇതൊക്കെ പ്രൈമറി സെല്ലുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമുക്ക് സിമ്പിൾ ഓരോ പ്രൈമറി സെല്ലുകളെ പറ്റി നോക്കാം. ഫസ്റ്റ് സിമ്പിൾ വോൾട്ടൈക് സെൽ. സിമ്പിൾ വോൾട്ടൈക് സെൽ എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ആണ് ഇതിനകത്തുള്ള രണ്ട് ഇലക്ട്രോഡ്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. കോപ്പർ ആണ് ഒരു ഇലക്ട്രോഡ്, രണ്ടാമത്തെ ഇലക്ട്രോഡ് സിങ്ക് ആണ്, സൾഫ്യൂരിക് ആസിഡ് ആണ് ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് വരുന്നത് സിങ്കിനും പോസിറ്റീവ് ചാർജ് വരുന്നത് കോപ്പറിനും. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ എന്നാണ് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഓരോ സെല്ലിന്റെയും പ്രധാനപ്പെട്ടായിട്ട് അറിയേണ്ടത് ആരാണ് ഇലക്ട്രോഡുകൾ, ആരാണ് ഇലക്ട്രോലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിനകത്ത് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺസ് സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് ഫ്ലോ ചെയ്യും, അവിടെ നമുക്കൊരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൈമറി സെല്ലാണ് ലെക്ലാൻഷ്യ സെൽ അല്ലെങ്കിൽ കാർബൺ സിങ്ക് സെൽ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കണ്ടെയ്നർ ആണ് ഉണ്ടാവുക, ഒരു കണ്ടെയ്നർ ഷേപ്പ് ആണ് ഇതിന് സൊല്യൂഷൻ അതായത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് ഒരു ആൽക്കലി ആണ്, ആൽക്കലൈൻ നേച്ചറുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് അമോണിയം ക്ലോറൈഡ്. NH4Cl സോറി. ഓക്കെ, ഇനി ഇതിനകത്ത് കാർബൺ റോഡുകളും അതേപോലെ തന്നെ ആ കാർബൺ റോഡുകളെ സറൗണ്ട് ചെയ്തുകൊണ്ട് മാംഗനീസ് ഡയോക്സൈഡും ഉണ്ട്. ഈ മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ നോർമലി ലെക്ലാൻഷ്യ സെല്ലിൽ യൂസ് ചെയ്യുന്നത് ഡീപോളറൈസർ ആയിട്ടാണ്. മാംഗനീസ് സെല്ലിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഡീപോളറൈസർ ആയിട്ടാണ്. ഇത് പലതവണ ചോദിച്ചതാണ്. ലെക്ലാൻഷ്യ സെല്ലിലെ ഡീപോളറൈസർ ആരാണ്? മാംഗനീസ് ഡയോക്സൈഡ്. ഇനി മാംഗനീസ് ഡയോക്സൈഡിന്റെ പർപ്പസ് എന്താണ്? അത് തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, ഡീപോളറൈസർ. ഓക്കെ, അപ്പോൾ സിങ്ക് റോഡും കാർബൺ റോഡും തന്നെയാണ് നമ്മൾ സിങ്ക് റോഡും കാർബൺ റോഡുമാണ് ലെക്ലാൻഷ്യ സെല്ലിനകത്തുള്ള ഇലക്ട്രോഡ്സുകൾ. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ആൽക്കലൈൻ നേച്ചറുള്ള അമോണിയം ക്ലോറൈഡ് ആണ്. നേരത്തെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് അസിഡിക് നേച്ചറുള്ള ഇലക്ട്രോലൈറ്റ് ആയിരുന്നു, ഇത് ആൽക്കലൈൻ നേച്ചറുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. നെക്സ്റ്റ് ഡ്രൈ സെൽ. ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ് ഡ്രൈ നേച്ചറുള്ള സെല്ലുകളെയാണ് നമ്മൾ ഡ്രൈ സെൽ എന്ന് പറയുക. ഇലക്ട്രോലൈറ്റ് ഡ്രൈ നേച്ചറുള്ള ആളുകളെയാണ് നമ്മൾ ഡ്രൈ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ലെക്ലാൻഷ്യ സെല്ലിൽ അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ബേസിലാണെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ പേസ്റ്റ് ആണ് ഉണ്ടാവുക. അമോണിയം ക്ലോറൈഡിന്റെ പേസ്റ്റ് ആണ് ഉണ്ടാവുക. ആ പേസ്റ്റ് നേച്ചറിലുള്ള മോയിസ്റ്റ് പേസ്റ്റ് നേച്ചറിലുള്ള അമോണിയം ക്ലോറൈഡിന്റെ പേസ്റ്റ് ഫോമിലുള്ള ഇലക്ട്രോലൈറ്റും കാർബൺ സിങ്ക് അതേപോലെ തന്നെ സിങ്ക് കണ്ടെയ്നർ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടും കാർബൺ റോഡ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും ആക്ട് ചെയ്യും. ഇതിനകത്ത് ഡ്രൈ നേച്ചർ അല്ലെങ്കിൽ പേസ്റ്റ് നേച്ചറുള്ള അമോണിയം ക്ലോറൈഡ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡ്രൈ സെല്ലിന്റെ ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റുകളും. ഇനി അടുത്ത ടൈപ്പാണ് ആൽക്കലൈൻ സെല്ല്. ആൽക്കലൈൻ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് കണ്ടെയ്നർ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടും മാംഗനീസ് ഡയോക്സൈഡിനെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ആൽക്കലൈൻ സെല്ലുകൾ. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കലൈൻ സൊല്യൂഷനോ ആയിരിക്കും ഇതിന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പറഞ്ഞ സെല്ലിനില്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ആൽക്കലൈൻ സെല്ലിനുണ്ട്. ആ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ലാർജ് കറണ്ടിനെ സപ്ലൈ ചെയ്യാനും ഒരു ലോങ് പീരീഡ് ടൈമിൽ ഒരു ലാർജ് കറണ്ടിന് അല്ലെങ്കിൽ വലിയ ഒരു കറണ്ടിനെ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആൽക്കലൈൻ സെൽസിനുണ്ട്. അതിന്റെ ലൈഫ് കുറച്ച് കൂടുതലാണ് ഇൻ കമ്പാരിസൺ ടു അതർ സെൽസ്. ഇതാണ് ആൽക്കലൈൻ സെല്ലിന്റെ പ്രത്യേകത. ഇനി അടുത്ത ടൈപ്പ് സെല്ലാണ് മെർക്കുറി സെല്ല്.
മെർക്കുറി സെല്ല് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വാച്ചുകൾ, നമ്മുടെ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന സെൽ എന്ന് പറയുന്നത് മെർക്കുറി സെല്ലാണ്. കാൽക്കുലേറ്റർ, ഹിയറിംഗ് എയ്ഡ്, നമ്മുടെ ചെറിയ ഒരു ബട്ടൺ ടൈപ്പുള്ള സെല്ല്, അതാണ് മെർക്കുറി സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തും നമ്മൾ ആൽക്കലൈൻ ആളുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെർക്കുറിക് ഓക്സൈഡും, കാഥോഡായിട്ട് മെർക്കുറിക് ഓക്സൈഡും, ആനോഡായിട്ട് സിങ്കും. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആൽക്കലൈൻ സൊല്യൂഷനാണ്, ആൽക്കലൈൻ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ യൂസ് ചെയ്യുക. റൈറ്റ്, ഇതാണ് മെർക്കുറി സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിൽവർ ഓക്സൈഡ് സെൽ. സിൽവർ ഓക്സൈഡ് സെൽ എന്ന് പറയുന്നത് മെർക്കുറി സെല്ലിന്റെ അതേ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു സെല്ല് തന്നെയാണ് സിൽവർ ഓക്സൈഡ് സെല്ല്. ഇനി മെർക്കുറി സെല്ലുമായിട്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല, കൺസ്ട്രക്ഷൻ ഒക്കെ ഒരേപോലെ തന്നെ. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സിന്റെയും ഇലക്ട്രോലൈറ്റിലും ഉള്ള ഡിഫറൻസ് കൊണ്ടാണ് ഈ സെല്ലുകളെല്ലാം ഡിഫറൻസ് ആവുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിൽവറും, സിൽവർ ഓക്സൈഡ് മെർക്കുറിക് ഓക്സൈഡിന് പകരം നമ്മൾ സിൽവർ ഓക്സൈഡുമായിട്ട് യൂസ് ചെയ്യും. മെർക്കുറിക്ക് പകരം നമ്മൾ സിൽവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് സിൽവർ ഓക്സൈഡ് സെൽസ് എന്ന് പറയുന്നത്. മെർക്കുറി സെല്ലും സിൽവർ ഓക്സൈഡും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ ഇലക്ട്രോഡായിട്ടും സിൽവർ ഓക്സൈഡ് മെർക്കുറിക് ഓക്സൈഡിന് പകരം യൂസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ലിഥിയം സെല്ല്. ലിഥിയം സെല്ലിന്റെ പ്രധാനപ്പെട്ട രണ്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ലൈഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെല്ലാണ് ലിഥിയം സെല്ല്. രണ്ടാമത്തത് വളരെ വലിയ ഹൈ വെയിറ്റ് റേഷ്യോ, എനർജി ടു വെയിറ്റ് റേഷ്യോ വളരെ കൂടുതലായിരിക്കും. അതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 350 വെയിറ്റ് WH/kg ആണ്. അത്ര വാല്യൂ ഒന്നും അത്ര ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അതേപോലെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 50 ഡിഗ്രി ടു 75 ഡിഗ്രി വരെ നമുക്ക് ഇതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, ഈ ഒരു വേരിയേഷനിൽ ടെമ്പറേച്ചറിൽ നമുക്ക് ആ ലിഥിയം സെല്ലിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ലിഥിയം സെല്ലിന് മറ്റ് സെല്ലുകൾക്കില്ലാത്ത പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ. ഇനി നമ്മൾ സിമ്പിൾ സെല്ലിന്റെ അല്ലെങ്കിൽ സിമ്പിൾ വോൾട്ടായിക് സെല്ലിന്റെ, സിമ്പിൾ സെല്ലല്ല സിമ്പിൾ വോൾട്ടായിക് സെല്ല്, അതല്ലെങ്കിൽ പ്രൈമറി സെല്ല്, മെയിൻലി സിമ്പിൾ വോൾട്ടായിക് സെല്ല്. സിമ്പിൾ വോൾട്ടായിക് സെല്ലിന്റെ ചില ഡിഫക്റ്റുകൾ നോക്കാം. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഡിഫക്റ്റുകളിലാണ്. ഒന്നാമത്തെ ഡിഫക്റ്റ് ആണ് ലോക്കൽ ആക്ഷൻ. ലോക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് പ്ലേറ്റിൽ നിന്നും ഹൈഡ്രജൻ ബബിൾസ് ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോക്കൽ ആക്ഷൻ. സിങ്ക് പ്ലേറ്റിൽ നിന്നും ഹൈഡ്രജൻ ബബിൾസ് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോക്കൽ ആക്ഷൻ. അപ്പോൾ ഈ ഒരു ലോക്കൽ ആക്ഷനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസ് ആണ്. കാർബൺ, അയേൺ, ലെഡ് പോലെയുള്ള ഇംപ്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോക്കൽ ആക്ഷൻ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ലോക്കൽ ആക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്നത് സിങ്ക് പ്ലേറ്റിനെ മെർക്കുറി വെച്ചിട്ട് അമാൽഗമേറ്റ് ചെയ്യും. സിങ്ക് പ്ലേറ്റിനെ മെർക്കുറി വെച്ചിട്ട് അമാൽഗമേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ലോക്കൽ ആക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് ലോക്കൽ ആക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമാൽഗമേറ്റ് ചെയ്യുന്നത്. ആരെ വെച്ചാണ് നമ്മൾ അമാൽഗമേറ്റ് ചെയ്യുന്നത്, മെർക്കുറി വെച്ചാണ് അമാൽഗമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അമാൽഗമേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൾഫ്യൂരിക് ആസിഡിൽ താഴെ എഴുതിയിട്ടുണ്ട്, സിങ്ക് പ്ലേറ്റിൽ സൾഫ്യൂരിക് ആസിഡ് കുറച്ച് സമയം സൾഫ്യൂരിക് ആസിഡ് സിങ്ക് പ്ലേറ്റ് വെക്കും. അതിനുശേഷം നമ്മൾ മെർക്കുറി വെച്ചിട്ട് എന്ത് ചെയ്യും, റബ്ബ് ചെയ്യും. അതിനെയാണ് അമാൽഗമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ആക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമാൽഗമേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് പോളറൈസേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞത് സിങ്ക് പ്ലേറ്റിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. അതേപോലെ കോപ്പർ പ്ലേറ്റിനകത്ത് നിന്നും ഹൈഡ്രജൻ ബബിൾസ് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോളറൈസേഷൻ. അപ്പോൾ പോളറൈസേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽസ് യൂസ് ചെയ്തിട്ട്, അതായത് ഹൈഡ്രജനെ വാട്ടറായിട്ട് മാറ്റുന്ന രീതിയിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് വാട്ടറാക്കി മാറ്റുന്ന രീതിയിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളറൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. ഈ പോളറൈസേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MnO2 ഡീപോളറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് MnO2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡീപോളറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇനിയാളെ പറയുന്ന പേര്, ഈ പോളറൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഡീപോളറൈസർ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഡീപോളറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളറൈസേഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പോളറൈസേഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് ഡീപോളറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈഡ്രജൻ ബബിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിനെ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്തിട്ട് വാട്ടറാക്കി മാറ്റും. അതാണ് പോളറൈസേഷൻ എന്ന് പറയുന്ന ഡീപോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഞാനൊന്ന് സ്ലോ ആക്കി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് പ്രോസസ്സിങ്, വീഡിയോ റെക്കോർഡിംഗ് പ്രോസസ്സിൽ ചെറിയൊരു ഡിലേ വരും. അതുകൊണ്ട് ഞാൻ ഒന്ന് സ്ലോ ആക്കിയിട്ടാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെക്കൻഡറി സെൽ.
സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രൈമറി സെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു ഇലക്ട്രോലൈസിക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറഞ്ഞിരുന്നത്. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇലക്ട്രോളിസിസ് പ്രോസസ്സിനെ നമുക്ക് രണ്ടാമത് റീസൈക്കിൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത് ഒന്നും കൂടെ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെല്ലുകളെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീചാർജബിൾ ആണ്. ഒരു ഇലക്ട്രോളിസിസ് സൈക്കിൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റീചാർജ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ സെല്ലുകൾ യൂസ് ചെയ്യും. നമ്മൾ നോർമലി നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിലൊക്കെ നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സെല്ലുകൾക്ക് പ്രധാനപ്പെട്ട 2 എക്സാമ്പിളാണ്. ഒന്ന് ലെഡ് ആസിഡ് സെല്ലും അതേപോലെ തന്നെ നിക്കൽ അയോൺ സെല്ലും. ലെഡ് ആസിഡ് സെൽ അല്ലെങ്കിൽ നിക്കൽ അയോൺ സെൽ, ഇത് രണ്ടും സെക്കൻഡറി സെല്ലുകൾക്കുള്ള എക്സാമ്പിളാണ്. അപ്പോൾ സെക്കൻഡറി സെല്ലിനെ നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി സെല്ല് അല്ലെങ്കിൽ ലെഡ് ആസിഡ് സെല്ല്, പ്രധാനമായിട്ടും ലെഡ് ആസിഡ് സെല്ലിനെ പറ്റി പറയുന്നു. ലെഡ് ആസിഡ് സെല്ലിൻ്റെ പാർട്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് കണ്ടെയ്നർ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് റെക്ടാങ്കുലർ ബോക്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെയ്നർ നോർമലി ഒന്നെങ്കിൽ ഹാർഡ് റബ്ബർ അല്ലെങ്കിൽ ഗ്ലാസ് അതല്ലെങ്കിൽ സെല്ലുലോയിഡ്, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും നമ്മൾ കണ്ടെയ്നർ ഉണ്ടാവുക. ഈ കണ്ടെയ്നറിലാണ് നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റുകൾ, ഇലക്ട്രോലൈറ്റ്, സെപ്പറേറ്റർ, അതായത് നമ്മുടെ സെല്ലുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ, അതാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിലെ ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ റിബുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ റിബുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ റിബുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ സെഡിമെന്റ്സ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ സെഡിമെന്റ് ചേംബർ എന്ന് പറയുന്നത്. ഈ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷൻസ് ഇതിനെ റിബ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ സെല്ലിനെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിബുകൾ യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള റിബ് ടൈപ്പ് കൺസ്ട്രക്ഷൻ ആയിരിക്കും നമ്മൾ നോർമലി കണ്ടെയ്നറിന് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ പാർട്ടാണ് പ്രധാനപ്പെട്ട പാർട്ട്, പ്ലേറ്റ്. 2 പ്ലേറ്റുകൾ, നമ്മൾ ഇലക്ട്രോഡിന് പകരം ഇവിടെ പ്ലേറ്റ് സ്ട്രക്ചറിലാണ്. ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റോഡ് ടൈപ്പ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഷീറ്റ് ടൈപ്പിൽ പ്ലേറ്റ് ടൈപ്പിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പോസിറ്റീവ് ഇലക്ട്രോഡിനെയും നെഗറ്റീവ് ഇലക്ട്രോഡിനെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇലക്ട്രോഡ് ഉണ്ട് നമുക്ക്, പോസിറ്റീവ് പ്ലേറ്റും 2 നെഗറ്റീവ് പ്ലേറ്റും. പോസിറ്റീവ് പ്ലേറ്റുകൾ 2 രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഒന്നാമത്തെ രീതിയാണ് പ്ലാന്റ് പ്ലേറ്റും അതല്ലെങ്കിൽ ഫോർ പ്ലേറ്റും, പ്ലാന്റ് അല്ലെങ്കിൽ ഫോറേ. പ്ലാന്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഡിസ്ചാർജിങ് പ്രോസസ്സിൽ ഉണ്ടാക്കുന്ന പ്ലേറ്റുകളാണ് പ്ലാന്റ് പ്ലേറ്റ്. റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്ചാർജിങ് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് പ്ലാന്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി പ്ലാന്റ് പ്ലേറ്റുകൾ ഉണ്ടാകുന്നത് പ്യുവർ ലെഡ് വെച്ചിട്ടാണ്. ആ പ്യുവർ ലെഡ് ബിഗിനിങ്ങിൽ മാത്രമാണ്, പിന്നീട് അത് എന്തായിട്ട് മാറും, ലെഡ് പെറോക്സൈഡ് ആയിട്ട് മാറും. ആഫ്റ്റർ ചാർജിങ്ങിന് ശേഷം അത് എന്തായി മാറും, ലെഡ് പെറോക്സൈഡ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിസ്ചാർജിങ് പ്രോസസ്സിലാണ് നമ്മൾ പ്ലാന്റ് പ്ലേറ്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിന്റെ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് ടൈപ്പാണത്. ആ ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റ് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് ഫോറേ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ, നമ്മൾ ഒരു പേസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ലെഡ് പെറോക്സൈഡ് പേസ്റ്റ് ഫോമിൽ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്ലേറ്റ് ടൈപ്പിനെയാണ് നമ്മൾ ഫോറേ പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് നേരത്തെ നമ്മൾ ലെഡ് വെച്ചിട്ട് ചാർജ് ചെയ്ത് ലെഡ് പെറോക്സൈഡ് ആക്കി മാറ്റും. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ് പെറോക്സൈഡിന്റെ പേസ്റ്റ് ഫോമിലുള്ള ലെഡ് പെറോക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഈ ടൈപ്പ് പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് നെഗറ്റീവ് പ്ലേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡിന്റെ ഗ്രിഡാണ്, അതായത് സ്പോഞ്ചി ലെഡ്. പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡും നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡും. ഇതാണ് ലെഡ് ആസിഡ് സെല്ലിന്റെ പോസിറ്റീവ് പ്ലേറ്റുകളും നെഗറ്റീവ് പ്ലേറ്റും. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, സ്പോഞ്ചി ലെഡിനെയാണ്, റെക്ടാങ്കുലർ ഗ്രിഡ് ഷേപ്പിലുള്ള സ്പോഞ്ചി പ്ലേറ്റുകൾ. ഓക്കെ, ദെൻ സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് പ്ലേറ്റിനെയും നെഗറ്റീവ് പ്ലേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനിടയിൽ യൂസ് ചെയ്യുന്ന ആളിനെയാണ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനും ഇടയിൽ ഉണ്ടാവുന്ന ഷോർട്ട് സർക്യൂട്ടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റർ യൂസ് ചെയ്യുക. നോർമലി സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വുഡ് അല്ലെങ്കിൽ റബ്ബർ, ഒന്നെങ്കിൽ വുഡോ അല്ലെങ്കിൽ റബ്ബറോ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ് ആര്, സെപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ടെർമിനൽ എന്ന് പറഞ്ഞ സംഭവം ഒന്നുമല്ല. നമുക്ക് ഒരുപാട് പോസിറ്റീവ് പ്ലേറ്റുകൾ ഉണ്ടാവും, അതേപോലെ ഒരുപാട് നെഗറ്റീവ് പ്ലേറ്റുകൾ ഉണ്ടാവും. ഈ പോസിറ്റീവ് പ്ലേറ്റുകൾ എല്ലാം കൂടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒരു സിംഗിൾ പോസിറ്റീവ്
ഒരു ടെർമിനലും ഒരു സിംഗിൾ നെഗറ്റീവ് ടെർമിനലും പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയാം. അവിടേക്കാണ് നമ്മൾ സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് എടുക്കുന്നത്. ഇലക്ട്രോലൈറ്റ്, ലെഡ് ആസിഡ് സെല്ലിന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ലെഡ് ആസിഡ് സെല്ലാണ്. ലെഡ് ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നുവെങ്കിൽ ആസിഡ് ഇലക്ട്രോലൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നോർമലി ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ആരായിട്ട് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സൾഫ്യൂരിക് ഡയറിക് ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.24 to 1.28 ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ചാർജ് സ്റ്റേറ്റ്. 1.24 to 1.28 ആണ് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻസിൽ ഒരു ലെഡ് ആസിഡ് സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.1 to 2.6ഉം ഡിസ്ചാർജ് കണ്ടീഷനിൽ 1.8ഉം ആയിരിക്കും അതിന്റെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും പറഞ്ഞ സമയത്ത് പറയാത്തൊരു കാര്യമുണ്ട്. ഒന്ന്, ഒരു ലെഡ് ആസിഡ് സെല്ലിൽ എത്ര പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടോ അതിനേക്കാൾ ഒരു പ്ലേറ്റ് എക്സ്ട്രാ നമ്പർ ആർക്കുണ്ടാവും, നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും. സപ്പോസ് 7 പോസിറ്റീവ് പ്ലേറ്റ് ആണുള്ളതെങ്കിൽ 8 നെഗറ്റീവ് പ്ലേറ്റ് ഒരു ലെഡ് ആസിഡ് സെല്ലിനകത്ത് ഉണ്ടാവും. റൈറ്റ്, 7 പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ 8 നെഗറ്റീവ് പ്ലേറ്റുകൾ ഉണ്ടാവും. ഒരു നെഗറ്റീവ് പ്ലേറ്റിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, അത് എന്തിനാണെന്നുള്ളത് നമുക്ക് പറയാം, നമ്മൾ ഡിഫക്റ്റുകൾ പറയുന്ന സമയത്ത് പറയാം. ഇപ്പൊ അടുത്ത് പറയുന്നത് അത് തന്നെയാണ്, ഡിഫക്റ്റ് ആണ്. ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഹാർഡ് സൾഫേഷൻ. ഹാർഡ് സൾഫേഷൻ എന്ന് പറയുന്നത് ഓവർ ഡിസ്ചാർജിങ് കൊണ്ടുണ്ടാവുന്ന, ഒരുപാട് സമയം നമ്മൾ സെല്ല് ഓവർ ഡിസ്ചാർജിങ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടീഷനിൽ ലോങ് പീരീഡിൽ വെക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഹാർഡ് സൾഫേഷൻ. റെഡി, ആ സമയത്ത് നമ്മൾ ഒരുപാട് സമയം ഡിസ്ചാർജിങ് ഇങ്ങനെ വെക്കുന്നു അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷനിൽ ഡിസ്ചാർജിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും, ഒരു ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഹാർഡ് സൾഫേഷൻ എന്ന് പറയും. ഈ ഹാർഡ് സൾഫേഷൻ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർജിങ് മെത്തേഡാണ് ട്രിക്കിൾ ചാർജിങ്. ട്രിക്കിൾ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡിലേക്ക് വളരെ ലോ റേറ്റിൽ നമ്മൾ ഒരു സെല്ലിനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രിക്കിൾ ചാർജിങ്. ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത് ലോ കറണ്ട് റേറ്റിൽ നമ്മൾ ലോങ് പീരീഡിൽ, ഒരു ലോങ്ങർ പീരീഡിൽ ഒരു സെല്ലിനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രിക്കിൾ ചാർജിങ്. ട്രിക്കിൾ ചാർജിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഒഴിവാക്കുന്നത്, ഹാർഡ് സൾഫേഷൻ ഒഴിവാക്കുന്നത്. ഇനി ലെഡ് ആസിഡ് സെല്ലിന്റെ അടുത്ത ഡിഫക്റ്റ് ആണ് ബക്ലിംഗ്. ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ചാർജിങ് കൊണ്ടോ ഓവർ ഡിസ്ചാർജിങ് കൊണ്ടോ നമ്മുടെ ഇലക്ട്രോഡുകൾ ബെൻഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബക്ലിംഗ് എന്ന് പറയുന്നത്. റെഡി, ഇനി ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റും ഇംപ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചറും ബക്ലിങ്ങിന് റീസൺ ഉണ്ടാവും. പക്ഷേ ബക്ലിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഓവർ ചാർജിങ് അല്ലെങ്കിൽ ഓവർ ഡിസ്ചാർജിങ് കൊണ്ട് ഉണ്ടാവുന്ന ബെൻഡിങ്ങിനെയാണ് ബക്ലിംഗ് എന്ന് പറയാം. ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റ് മറ്റൊരു റീസൺ ആണ്, ടെമ്പറേച്ചർ അടുത്തൊരു റീസൺ ആണ്. ഇനി പാർഷ്യൽ ഷോർട്ട്. പാർഷ്യൽ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റിബുകൾ ഉണ്ടാവും ഇതിന്റെ കണ്ടെയ്നറിൽ. ഈ റിബ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡിമെന്റ്സ് ഉണ്ടാവും ഈ ഇലക്ട്രോഡിൽ, ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന സെഡിമെന്റ്സ്. അപ്പോൾ ഈ സെഡിമെന്റ്സ് കൊണ്ടുണ്ടാവുന്ന പോസിറ്റീവ് ഇലക്ട്രോഡുകളും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള ഷോർട്ടിനെ പറയുന്ന പേരാണ് പാർഷ്യൽ ഷോർട്ട്. അപ്പോൾ ഈ പാർഷ്യൽ ഷോർട്ട് ഉണ്ടാവുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവും സെല്ല്. പാർഷ്യൽ ഷോർട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അത്, ഓവർ ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പാർഷ്യൽ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഡിമെന്റ്സ് പോസിറ്റീവ് ഇലക്ട്രോഡിനെയും നെഗറ്റീവ് ഇലക്ട്രോഡിനെയും ഷോർട്ട് ആക്കുന്നതിനെയാണ് പാർഷ്യൽ ഷോർട്ട് എന്ന് പറയാം. ആ പാർഷ്യൽ ഷോർട്ട് കൊണ്ടുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഓവർ ഹീറ്റിംഗ്, സെല്ലിന്റെ ഓവർ ഹീറ്റിംഗ്. ദെൻ നെക്സ്റ്റ് നിക്കൽ അയൺ സെല്ലാണ്. രണ്ടാമത്തെ സെല്ലാണ് നിക്കൽ അയൺ സെല്ല്. നിക്കൽ അയൺ സെല്ലിന്റെ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് നിക്കൽ ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട്, നിക്കൽ ഹൈഡ്രോക്സൈഡ് ട്യൂബ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലിന്റെ സ്റ്റീൽ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് 21% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, 21% അതിന്റെ കോൺസെൻട്രേഷൻ ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അതിന്റെ കൂടെ കുറച്ച് ലിഥിയം ഹൈഡ്രേറ്റും, ലിഥിയം ഹൈഡ്രേറ്റ് പ്ലസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ കോൺസെൻട്രേഷൻ 21%. ഇതിന്റെ കണ്ടെയ്നർ നമ്മൾ നേരത്തെ ലെഡ് ആസിഡ് സെല്ലിന്റെ കണ്ടെയ്നർ റബ്ബർ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇതിന്റെ കണ്ടെയ്നർ എന്ന് പറയുന്നത് നിക്കൽ പ്ലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെപ്പറേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ് റബ്ബർ സ്ട്രിപ്പ്. റെഡി, ഹാർഡ് റബ്ബർ സ്ട്രിപ്പ് വെച്ചിട്ടാണ് സെപ്പറേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെല്ലിന്റെ വർക്കിംഗ് ഒക്കെ എല്ലാ സെല്ലിനെ പോലെ തന്നെയാണ്. എല്ലാത്തിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡ് മാറും, ഇലക്ട്രോലൈറ്റ് മാറും. റൈറ്റ്, ദെൻ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്. നമ്മൾ സെൽസിനെ ഗ്രൂപ്പ് ചെയ്യാണ്. നമുക്ക് രണ്ട് രീതിയിൽ സെല്ലിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് സീരീസ് കണക്ഷൻ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പാരലൽ കണക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ട് രീതിയിലാണ് സെൽസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നെഗറ്റീവ് പ്ലേറ്റ് അടുത്ത പോസിറ്റീവ് പ്ലേറ്റിലേക്ക്, നെഗറ്റീവ് പ്ലേറ്റ് അടുത്ത പോസിറ്റീവ് പ്ലേറ്റിലേക്ക്, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് ചെയ്യുക എന്ന് പറയുന്നത്. പാരലൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോസിറ്റീവ് പ്ലേറ്റുകളെയും ഒരുമിച്ച് കണക്ട് ചെയ്യും, എല്ലാ നെഗറ്റീവ് പ്ലേറ്റുകളെയും ഒരുമിച്ച് കണക്ട് ചെയ്യും. ഇതാണ് പാരലൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് 2 വോൾട്ട് ആണെങ്കിൽ ഓരോ സെല്ലിൻ്റെ വോൾട്ടേജും 2 വോൾട്ട് ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് കിട്ടും. അതായത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസ് കണക്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ സെല്ലിൻ്റെ ആംബിയർ റേറ്റിംഗ് 1 ആംബിയർ ഹവർ ആണെന്ന് വിചാരിക്കാം. 1 Ah ആണെങ്കിൽ ഇതിൻ്റെ സീരീസ് കണക്ഷനിൽ മൊത്തം ആംബിയർ ഹവറും എന്ത് തന്നെയായിരിക്കും, 1 Ah തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സീരീസ് കണക്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ആംബിയർ ഹവറുള്ള സെൽസ് മാത്രമേ നമുക്ക് സീരീസ് കണക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ ആംബിയർ ഹവറുള്ള സെൽസ് മാത്രമേ നമുക്ക് സീരീസ് കണക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സീരീസ് കണക്ഷനിൽ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര സെല്ല് നമ്മൾ കണക്ട് ചെയ്തോ അതിൻ്റെ എല്ലാ സെല്ലിൻ്റെയും വോൾട്ടേജുകളുടെ സം ആയിരിക്കും. റൈറ്റ്. ഇനി സപ്പോസ് നമ്മളിപ്പോൾ പറഞ്ഞു സീരീസ് കണക്ഷനിൽ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ അടുത്ത പോസിറ്റീവിലേക്ക്, നെഗറ്റീവ് ടെർമിനൽ അടുത്ത പോസിറ്റീവിലേക്ക്. സപ്പോസ് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ പൊളാരിറ്റി നമ്മളോട് റിവേഴ്സ് ചെയ്തു പോയി എന്ന് വിചാരിക്കാം. സീരീസ് കണക്ഷനിൽ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ പൊളാരിറ്റി നമ്മളോട് റിവേഴ്സ് ചെയ്തു പോയി എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാളും കുറഞ്ഞായിരിക്കും കിട്ടുക. ആ സെല്ല് എന്ത് ചെയ്തിരിക്കും, നെഗറ്റീവ് ഔട്ട്പുട്ട് തരും. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടേണ്ടിയിരുന്നത്, നമുക്ക് 6 കിട്ടുന്നതിന് പകരം 1 റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ രീതിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊളാരിറ്റി എന്ന് പറയുന്നതും ആംബിയർ ഹവർ റേറ്റിംഗ് എന്ന് പറയുന്നതും സീരീസ് കണക്ഷനിൽ, സെൽസിൻ്റെ സീരീസ് കണക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. രണ്ടാമത്തത് പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷനിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പോസിറ്റീവ് ടെർമിനലുകളും ഒരുമിച്ച് എല്ലാ നെഗറ്റീവ് ടെർമിനലും ഒരുമിച്ചാണ് നമ്മൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. പാരലൽ കണക്ഷനിൽ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് ആംബിയർ ഹവർ റേറ്റിംഗ് സം ഓഫ് ഔട്ട്പുട്ട് ആംബിയർ ഹവർ റേറ്റിംഗ് ഓഫ് ദി ഓൾ സെൽസ്. അതായത് എല്ലാ സെല്ലിൻ്റെയും ഓരോ സെല്ലിൻ്റെ ആംബിയർ ഹവർ റേറ്റിംഗ് 1 Ah ആണെങ്കിൽ മൊത്തം ആംബിയർ ഹവർ റേറ്റിംഗ് നമുക്ക് 3 Ah എന്ന് കിട്ടും. പക്ഷേ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ 2 വോൾട്ട് 2 വോൾട്ട് 2 വോൾട്ട് ആണെങ്കിൽ നമുക്ക് 2 വോൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് സീരീസ് കണക്ഷനിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സെല്ലിൻ്റെയും ആംബിയർ ഹവർ സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ പാരലൽ കണക്ഷനിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സെല്ലിൻ്റെയും വോൾട്ടേജ് ആയിരിക്കണം എന്തായിരിക്കേണ്ടത്, സെയിം ആയിരിക്കേണ്ടത്. റൈറ്റ്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയണം, സീരീസ് കണക്ഷനിൽ നമ്മൾ ഒന്നിൻ്റെ പൊളാരിറ്റി മാറിപ്പോയി. പാരലൽ കണക്ഷനിൽ ഒന്നിൻ്റെ പൊളാരിറ്റി മാറിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ സെല്ല് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സെല്ലിൻ്റെയും കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും, ആ ഷോർട്ട് സർക്യൂട്ട് പോകും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടി, ഷോർട്ട് സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം കറണ്ട് എവിടെ പോവും, ആ ഷോർട്ട് സർക്യൂട്ടിൽ പോവും. അതുകൊണ്ട് തന്നെ ആ മൊത്തം സെല്ലുകളും പെർമനന്റ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്, ഇതാണ് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും പൊളാരിറ്റിയുടെ ഇമ്പോർട്ടൻസ്. സീരീസ് കണക്ഷനിൽ പൊളാരിറ്റി മാറിപ്പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കാനില്ല. നമുക്ക് എത്രയായിരുന്നോ കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ്, ആ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. പക്ഷേ കുറഞ്ഞൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊളാരിറ്റി, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറി കിട്ടും. ബട്ട് പാരലൽ കണക്ഷനിലാണ് നമുക്ക് പൊളാരിറ്റി മാറിപ്പോകുന്നതെങ്കിൽ ആ പാരലൽ കണക്ഷനിൽ പൊളാരിറ്റി മാറിപ്പോയ സെല്ല് അതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ബാക്കി മൊത്തം കറണ്ട് ആ ഷോർട്ട് സർക്യൂട്ടിൽ, അല്ലെങ്കിൽ മാക്സിമം കറണ്ട് ആ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെർമനന്റ് ആയിട്ട് സെൽ എന്ത് ചെയ്യും, ഡാമേജ് ആയി പോകും. റൈറ്റ്, അതാണ് പൊളാരിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ഇനി അടുത്തതാണ് ബാറ്ററി ചാർജിങ് മെത്തേഡ്. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കോൺസ്റ്റന്റ് കറണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 220 വോൾട്ട് DC അല്ലെങ്കിൽ 110 വോൾട്ട് DC ആണ്. അതേപോലെ തന്നെ 60 വോൾട്ട് 12 വോൾട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്ര 220 വോൾട്ട് അല്ലെങ്കിൽ 110 വോൾട്ടുള്ള DC സോഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് കോൺസ്റ്റന്റ് കറണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അതായത് കോൺസ്റ്റന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കറണ്ട് റേറ്റിംഗിൽ ചാർജ് ചെയ്യുന്നു. രണ്ടാമത് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ മെത്തേഡാണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് റേറ്റിംഗിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത്ര ഡെപ്തിൽ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ 2.3 വോൾട്ട് പെർ സെല്ലിൽ നമ്മൾ വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കും. ഇനി 2.3 വോൾട്ട് 2.5 to 2.6 ഇതിന് കോൺസ്റ്റന്റ് വോൾട്ടേജ് റേറ്റിംഗിലാണ് നമ്മൾ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ചാർജ് ചെയ്യുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചാർജിങ് ആണ് നമ്മളുടെ ട്രിക്കിൾ ചാർജിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചാർജിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ട്രിക്കിൾ ചാർജിങ്ങിൽ നമ്മൾ വളരെ ലോ റേറ്റിൽ, ഈ വാല്യൂം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, 2 to 3% നോർമൽ ചാർജിങ് റേറ്റിന്റെ 2 to 3% ലോ റേറ്റിംഗിൽ നമുക്ക് ലോങ് പീരീഡിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രിക്കിൾ ചാർജ് എന്ന് പറയുന്നത്. റൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിക്കിൾ ചാർജിന്റെ ആപ്ലിക്കേഷൻ. റൈറ്റ്,
അപ്പോൾ ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് മൊഡ്യൂൾ നമ്പർ 3.